കോൺഗ്രസ് നേതൃത്വവുമായി അസ്വസ്ഥകരമായ ബന്ധം തുടരുമ്പോഴും പ്രധാനമന്ത്രി മോദിയും ബിജെപിയുമായി ശശി തരൂർ അടുക്കുകയാണെന്ന അഭ്യൂഹങ്ങൾ ഈ അടുത്തായി ഉയർന്നു കേൾക്കുന്ന ഒന്നാണ്. ഇതിനിടെ സവർക്കർ പുരസ്കാരത്തിന് ശശി തരൂർ തിരഞ്ഞെടുക്കപ്പെട്ടതും സമ്മർദ്ദത്തെ തുടർന്ന് അദ്ദേഹം അത് നിഷേധിച്ചതും എല്ലാം വാർത്താ പ്രാധാന്യം നേടിയ സംഭവങ്ങളായിരുന്നു. ഇതുകൂടാതെ രാഹുൽ ഗാന്ധി വിളിച്ച എംപിമാരുടെ യോഗത്തിൽ നിന്നും ശശി തരൂർ വിട്ടുനിന്നതും ഇതോടൊപ്പം വലിയ വാർത്താ പ്രാധാന്യം നേടിയതാണ്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തക രഞ്ജൻ ശർമ്മയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ശശി തരൂറിനൊപ്പമുള്ള ചില ചിത്രങ്ങൾ പങ്കുവയ്ക്കപ്പെട്ടു. ചിത്രങ്ങൾ വളരെ വേഗം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു. ഇതോടെ ഓൺലൈൻ ചർച്ചകളും സജീവമാവുകയാണ്. 69 വയസ്സുകാരനായ തരൂർ തന്റെ കരിഷ്മയ്ക്ക് നേരത്തെ തന്നെ പേരുകേട്ടയാളാണ്. അതേസമയം മോസ്കോ ആസ്ഥാനമായുള്ള RT ഇന്ത്യയിലെ വാർത്താ മേധാവിയാണ് രഞ്ജൻ ശർമ്മ. ഇരുവരും തമ്മിലുള്ള വളരെ അടുപ്പമുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവ ചർച്ചയാണ് ഉയർത്തിയിരിക്കുന്നത്. ചിത്രങ്ങളിൽ തരൂർ സിംഗിൾ സീറ്റർ സോഫയിൽ ഇരിക്കുന്നതും പത്രപ്രവർത്തക രഞ്ജൻ ശർമ്മ അദ്ദേഹത്തിന്റെ അരികിലുള്ള ആംറസ്റ്റിൽ ഇരിക്കുന്നതും ഒരു കൈ തോളിൽ വച്ചിരിക്കുന്നതുമാണ് കാണുന്നത്. ചിത്രത്തിലെ ഇരുവരുടെയും സ്നേഹാർദ്രമായ നിമിഷങ്ങൾ സമൂഹ മാധ്യമ ഉപയോക്താക്കളെ പല ഊഹങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. ബ്രിട്ടന് കൊളോണിയൻ രസീതുകളുടെ ഒരു വലിയ ശേഖരം കൈമാറിയ ശേഷം അദ്ദേഹം തിരിച്ചെത്തി. ഇത്തവണ മോസ്കോയിൽ. RTയിലെ ഇന്ത്യ റഷ്യ സ്പെഷ്യലാണത്. ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രഞ്ജൻ ശർമ്മ കുറിച്ചത് ഇങ്ങനെയായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്നാണ് ഇരുവരുടെയും ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത്. ഇതോടെ സമൂഹ മാധ്യമ ഉപയോക്താക്കൾ രസകരമായ ചില അടിക്കുറിപ്പുകളുമായി എത്തിയിട്ടുണ്ട്. 69 വയസ്സുള്ളപ്പോൾ തരൂറിന് ഇത്രയേറെ റീച്ചോ എന്നും ഒരു കാഴ്ചക്കാരൻ തരൂറിനെ വിവാഹേതര കാര്യമന്ത്രി എന്ന് സ്ഥാനമേൽപ്പിക്കണമെന്നും പരിഹസിച്ചെഴുതുന്നുണ്ട്. അതേസമയം ഈ പ്രായത്തിലും പ്രഭാവലയത്തെയും ആകർഷണീയതയെയും നിരവധി പേരാണ് പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഇരുവരുടെയും അടുപ്പമുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായെങ്കിലും തരൂരോ അല്ലെങ്കിൽ രഞ്ജൻ ശർമ്മയോ ചിത്രത്തെക്കുറിച്ച് ഇതുവരെയും അഭിപ്രായങ്ങൾ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് സാരം.